ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഒരു പുതിയൊരു ഗെയിമാണ്. ഇൻ്റർനെറ്റ് കേവ് സിമുലേറ്റർ എന്നാണ് ഗെയിമിൻ്റെ പേര്. അപ്പം നമുക്ക് ഒന്ന് കളിച്ച് നോക്കാം. നമ്മൾ ആദ്യം ന്യൂ ഗെയിം കൊടുക്കുക. നമുക്ക് എൻ്റർ യുവർ നെയിം ഫോർ യുവർ ഇൻ്റർനെറ്റ് കേവ്. നമുക്ക് ഒരു പേര് കൊടുക്കാം. ഒരു RG കേവ് എന്ന് കൊടുക്കാം. നമ്മൾ RG കേവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഫാമിലി കാറ്റ് സ്റ്റാറ്റസ് സബോറ്റിയർ എന്തൊക്കെയോ 3 കാര്യങ്ങൾ ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് വരുമ്പോഴത്തേനും നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഗെയിം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൺട്രോൾസൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. മൂവ്മെൻറ്റ്, ക്യൂസ്, ഇൻവെൻറ്ററി, പോസ്റ്റ് മെനു, പഞ്ച്, ക്രൗച്ച്, ഓപ്പൺ സ്റ്റാറ്റസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കളി തുടങ്ങാം. ഓക്കെ, ഇതാണ് നമ്മളെ വീട് കാര്യങ്ങളും തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മളെ ബെഡ് കിടന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഉറങ്ങാൻ കഴിയില്ലല്ലേ. രാത്രി 10 മണിയാണ്. ഇതാണ് നമ്മളെ വൈഫെന്ന് തോന്നുന്നുണ്ട്. ഇതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. സെൻഡ് ജോബ് ഒക്കെ നമുക്ക് മേലെ മിഷൻസും കാര്യങ്ങളും ഉണ്ട്. ഗെറ്റ് ഔട്ട് ദ അപ്പാർട്ട്മെൻറ്റാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ, ഇതെന്താ ലിഫ്റ്റാണെന്ന് തോന്നുന്നു. നമുക്ക് സ്വിച്ച് നീക്കി നോക്കാം. ഓക്കെ, ഇത് ലിഫ്റ്റാണ്. ലിഫ്റ്റ് നമ്മൾ 3-ാം നിലയിലാണെന്ന് തോന്നുന്നുണ്ട്. ലിഫ്റ്റിൽ നടക്കുന്നത്. ലിഫ്റ്റ് വന്ന് ഡോറ് തുറന്നിട്ട് ഇത് അടയ്ക്കണം. ഓക്കെ, ഇനി 1-ാം നിലയിൽ പോവാം. ഓക്കെ, ഇതെന്ത് ഗെയിമാണെന്നും അറിയില്ല. ഇത് PC ഗെയിമാണ്. ഞാൻ വെറുതെ ഡൗൺലോഡ് ചെയ്തതാണ്. ഡോറ് ഓക്കെ, നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് വന്നെത്തിയിട്ടുണ്ട്. ഇത് ഏത് ഗ്രാമമാണാവോ. ഒരാൾ വെള്ളമൊക്കെ അടിച്ച് നടക്കുന്നുണ്ട്. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഇവിടെ ബാർബർ ഷോപ്പ്, എന്തൊക്കെയോ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതെന്ത് കടയാണാവോ. യൂട്യൂബറാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ കട ഇവിടെ നോക്കാം. ഇത് വീട്, സെക്കൻഡ് ഹാൻഡ് ഷോപ്പ്, ക്ലബ് ഉണ്ട്, ബിറ്റ് കോയിൻ മൈനർ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ കട ഇതാണ്. നമുക്ക് നേരെ പോയാൽ മതി. ഓക്കെ, ഇതാണ് നമ്മളെ കടയും കാര്യങ്ങളും. RG കേവ് എന്നാണ് പേര്. ക്ലോസ് ആണ്. നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം എന്താണ് അവസ്ഥ. ഇതാണ് നമ്മളെ കടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇന്ന് വൃത്തിയാക്കി എടുക്കാം. നമുക്ക് ആ മോപ്പും കാര്യങ്ങളും ഉണ്ട് ഇവിടെ. ഒന്ന് കംപ്ലീറ്റ് വൃത്തിയാക്കാം. ഇതൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുമ്പോൾ കുറേ സമയം പിടിക്കും. നമുക്കെന്നാൽ വൃത്തിയാക്കിയിട്ട് കാണാം കേട്ടോ ഗൈസ്. One eternity later. ഓക്കെ, നമ്മൾ ഇവിടെ ഫുള്ള് വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ റൂം കംപ്ലീറ്റ് വൃത്തിയാക്കി. അതുമാതിരി ഇവിടെ കിടന്നൊരു മേശ ഇവിടെ എടുത്തിട്ട്, ചെയറും ഇവിടെ ഇട്ട്, ഇതിന്മേൽ മൗസ്, കീബോർഡ്, മോണിറ്റർ, PC ഇതൊക്കെ നമ്മളിങ്ങോട്ട് എത്തിക്കണം. അതിൻ്റെ മുന്നേ ഇതാണ് നമ്മളെ കമ്പ്യൂട്ടറെന്ന് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് ഓണാക്കി. നോ ഇലക്ട്രിസിറ്റി എന്നാണ് പറയുന്നത്. നമുക്ക് ആദ്യം ഇലക്ട്രിസിറ്റി ഒന്ന് കണക്റ്റ് ആക്കണം. ഇലക്ട്രിസിറ്റി ഓക്കെ, ഇതാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇലക്ട്രിസിറ്റി ഓൺ ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് കമ്പ്യൂട്ടർ ഓൺ ആക്കി നോക്കാം.
കമ്പ്യൂട്ടർ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഇവിടെ എന്തോ കേഫ് ക്ലോസ് ആണ്. ഇപ്പോൾ ഓൾറെഡി കേഫ് ക്ലോസ് ആണ്. കയ്യിൽ $2000 ഓൾറെഡി ഇപ്പോൾ കയ്യിലുണ്ട്. നമുക്ക് നമ്മളെ ആദ്യത്തെ സാധനങ്ങൾ ഓർഡർ ചെയ്യാം. ഇപ്പോൾ സാംസോറിലാണ് നമ്മളെ ആദ്യത്തെ സാധനങ്ങളൊക്കെ. ആദ്യം ഇതിൽ കുറേ മോണിറ്ററും കാര്യങ്ങളുണ്ട്. നമുക്കൊരു ആദ്യം ഒരു നോർമൽ മോണിറ്റർ വാങ്ങാം. സിമ്പിൾ കമ്പ്യൂട്ടർ RF കമ്പ്യൂട്ടർ. നമുക്കൊരു ഇത് വാങ്ങിയേക്കാം. ആവശ്യം വരും. എനിക്ക് AC ഒന്നും ഇപ്പോൾ വേണ്ട. ഇതൊന്നും ഇപ്പോൾ വേണ്ട കേട്ടോ. ഗെയിമിങ് കൺസോൾസ്, ഫാന്, ചെയർ വേണ്ട, ജോയ്സ്റ്റിക്ക് വേണ്ട, മൗസ്, ഒരു നോർമൽ മൗസ്, പിന്നെ കീബോർഡ്. ഇതിൽ പലതരം മോണിറ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഒരു മൗസ്, കുറച്ച് നല്ല മൗസ് ആയിക്കോട്ടെ. മൗസ് പാഡ് 65-ൻ്റെ ഇതും, പെയിൻറ്റിങ്, ഡെസ്ക്, TV ഒന്നും വേണ്ട. ബാക്കി വേറെ ഒന്നും. അപ്പം 4 സാധനങ്ങൾ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. ടോട്ടൽ 713 പേയ്മെൻറ്റ് ചെയ്തു. നമുക്ക് നോക്കാം കാര്യങ്ങൾ വന്നിട്ടുണ്ടോ നോക്കാം. ഓർഡർ ചെയ്ത സാധനങ്ങൾ ഇവിടെ വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഒരു മോണിറ്ററും കൂടി ആവശ്യമുണ്ടല്ലേ. ഒരു മോണിറ്ററും കൂടി ഓർഡർ ചെയ്യണം. മോണിറ്റർ ചെയ്യാൻ മറന്നു. ഓക്കെ, ഒരു മോണിറ്ററും കൂടി നമുക്ക്. TV അല്ല, മോണിറ്റർ. ഓക്കെ, മോണിറ്റർ ഒരു 550 തന്നെ വാങ്ങാം. ഒറ്റ ചീപ്പാക്കണം. നമുക്കൊരു കുറച്ച് വലിയ സാധനം വാങ്ങാൻ. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ എവിടെ വരാമെന്നാവോ ഓർഡർ എനിക്ക് തോന്നുന്നു ഇവിടെ വരാൻ മതിയാവും. ഇവിടെ ഇല്ലല്ലേ. ഓക്കെ, ഇതാണ് നമ്മൾ ഓർഡറിൻ്റെ ആളല്ലേ. ഇതാ നമ്മൾ ഓർഡർ. നമ്മളെ ഓർഡർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ സാധനങ്ങളും തരുന്നുണ്ട്. ഓക്കെ, തന്നെ. ഓക്കെ, ആദ്യം നമ്മൾ കമ്പ്യൂട്ടർ കേസ് ഇവിടെ കൊണ്ടുപോയി വെക്കാം. ഇവിടെ വെക്കാം. ഓക്കെ, നമ്മളെ ഒന്ന് കൈമ പിടിക്കുന്നത് മൗസ് ഇവിടെ നോട്ടെ. പിന്നെ നമ്മളെ മൗസ് പാഡ് ഇതിൻ്റെ അടിയിലായിട്ടെങ്ങാണ്ടല്ല വേണ്ടത്. ആദ്യം മൗസ് പാഡ് വെക്കണമല്ലേ. ഓക്കെ, താഴത്ത് തൽക്കാലത്തിന് താഴത്ത് വെച്ചിട്ട് നമ്മൾ മോണിറ്ററും വന്നിട്ടോ. നമുക്കിനി കീബോർഡ് കൊണ്ടുപോയി വെക്കാം. ഓക്കെ, കീബോർഡും റെഡി. മോണിറ്ററും സെറ്റാണ്. ഒക്കെ നമ്മളെ മോണിറ്റർ ഓൺ ആയിട്ടുണ്ട്. എന്താണ് ഫയറൊക്കെ? ഇതിപ്പോൾ എന്താ ചെയ്യുക? ഇവിടെ ചെയ്തെടുക്കുക. അത് ഓണാക്കിയപ്പോഴത്തേക്കും ഫയറൊന്നുമല്ലോ. ഓക്കെ, ഫയർ പോയി. ഇതെന്താണെന്നറിയില്ല. ഫയറൊക്കെ വരുന്നുണ്ട് PC വന്ന്. ഇങ്ങനെയാണ് എൻ്റെ PC അടിച്ചു എന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇനി നമുക്ക് കേഫ് ഓപ്പൺ ആക്കി നോക്കാം. അല്ലെങ്കിൽ വേണ്ട, കേഫ് ഓപ്പൺ ആക്കണ വീഡിയോ നമുക്ക് അടുത്ത പാർട്ടാക്കിയിട്ട് വിടാം. ഇപ്പം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം നമ്മളെ വീഡിയോ. ഇത് കുറച്ച് ലെങ്ത്താണ്. ഞാൻ തുടക്കമായതുകൊണ്ടാണ് ഇങ്ങനെ. ഇത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോ ഇടാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ആക്കുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.